വിധിവൈപരീത്യം എന്നൊക്കെ പറയുന്നത് ഇതിനാണ്. ചില കാലത്ത് ചില പേരുകളും ചില പ്രവൃത്തികളുമൊക്കെ വല്ലാതെ കാവ്യനീതി പോലെ ഒത്തുചേരും. അതാണ് സുജാത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തി ജയിലിൽ പോയ ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഉടൻ തന്നെ ഭാര്യയെയും ഉടൻ തന്നെ സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയെയും ഒക്കെ കൊലപ്പെടുത്തുന്ന ഒരു വിചിത്രമായ കാഴ്ച. എന്നാൽ അയാളുടെ പേർ ചെന്താമര എന്നായിത്തീരുക. ചുവന്ന താമര അല്ലെങ്കിൽ ചുവന്നുകൊണ്ടിരിക്കുന്ന താമര എന്നൊക്കെ അതിന് പറയാം. അത് ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയമാണല്ലോ. പുതിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായിട്ട് ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെങ്കൊടിയും കാവിക്കൊടിയും ഒന്നിച്ചു കെട്ടുമോ, ചെങ്കൊടിയും താമരക്കൊടിയും ഒന്നിച്ചു ചേരുമോ എന്നൊക്കെയുള്ള ഭീതി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ രണ്ട് പാർട്ടികളും ഭീകരപ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ പേരുകേട്ട പ്രസ്ഥാനങ്ങളാണ്. 85 CPMകാരെയാണ് കഴിഞ്ഞ 17 വർഷത്തിനിടയ്ക്ക് RSSകാർ അല്ലെങ്കിൽ BJPക്കാരായ ഗുണ്ടകൾ കൊലപ്പെടുത്തിയിട്ടുള്ളത്. 65 RSS BJP പ്രവർത്തകരെ CPMകാരും കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പെട്ട പ്രതികൾ ധാരാളം പേർ, ഈ രണ്ട് പാർട്ടികളിലും പെട്ട പ്രതികൾ ജയിലിൽ കഴിയുന്നു, ശിക്ഷ അനുഭവിക്കുന്നു. ഈയിടെയാണ് നമ്മുടെ പെരിയാർ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ ശിക്ഷിച്ചത്. ഇങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ചരിത്രം 172 കൊലപാതകങ്ങളാണ് കഴിഞ്ഞ 17 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ മാത്രം സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിലെ ശരാശരി കൊലപാതകങ്ങൾ 100ഓളം വരും. അപ്പോൾ ഈ ഒരു ക്രൈം പശ്ചാത്തലം ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ചെന്താമര എന്ന പേര് പ്രത്യേക പരാമർശമറിയിക്കുകയോ വിചിത്രമായി തോന്നുകയോ ചെയ്യുന്നതിൽ അത്ഭുതമില്ല.